ഹായ് എവ്രി വൺ 180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 11 ആയിരുന്നു ഇന്ന്. അങ്ങനെ സക്സസ്ഫുള്ളി 11 ഡേയ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം എൻ്റെ ചാലഞ്ചിൽ. ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കിത് ചെയ്യാൻ പറ്റുന്നു കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഏറിപ്പോയ ഒരു 7 ദിവസം, അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 11 ദിവസമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ടാസ്കും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എത്രയൊക്കെ റെസിസ്റ്റൻസ് വന്നാലും എത്രയൊക്കെ ഡൗൺ ആയി പോയാലും കുറച്ച് നേരം ഞാൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് പിന്നെ എനിക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെയാണ് ഞാൻ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്, എല്ലാ ദിവസവും ഒരുപാട് അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുന്ന സമയത്ത് എനിക്ക് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. കാരണം എനിക്ക് പേടിയുള്ള, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും ചെയ്യുന്നത്. തന്നെ പുറത്ത് പോവുക, വീഡിയോ ചെയ്യുക, അതുപോലെ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങൾ ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ ഒരു ജേർണി ഡോക്യുമെൻ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഇതൊക്കെ പുറത്ത് പറയാനും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെയധികം പേടിച്ച് ഇൻസെക്യൂറായി എൻ്റെ ഈ ഒരു ഫേസ്, എൻ്റെ ഈ ഒരു അപ്പിയറൻസ് ആരും കാണണ്ടെന്ന് വിചാരിച്ച് ഒരുപാട് നാൾ ഞാൻ ഹൈഡ് ചെയ്തിരുന്നിട്ടുണ്ട്. പക്ഷെ ഞാനാണ് എൻ്റെ ആ ഫിയറൊക്കെ ബ്രേക്ക് ചെയ്ത് ഇൻസെക്യൂരിറ്റീനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതെന്ന് ഓർക്കുന്ന സമയത്ത് ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. കഴിഞ്ഞ 11 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ വീഡിയോ ഇടാൻ പറ്റി. എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും തോന്നുന്നേ ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും അറിയില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ എൻ്റെ സ്ലീപ്പൊക്കെ അത്യാവശ്യം റെഡി ആയി വരുന്നുണ്ട്. മൊത്തത്തിൽ എനർജി ലെവലൊക്കെ അത്യാവശ്യം നന്നായി വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇമോഷൻസ് എൻ്റെ ബോഡിയിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് റിലീസ് ആവുന്നുണ്ട്. എനിക്ക് എന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാനുമായിട്ട് ഒരുപാട് ഡിസ്കണക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്നെ തന്നെ സെൽഫായിട്ട് ഒന്ന് റീനർച്ചർ ചെയ്ത് ഞാനുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ജേർണിയാണ്. എന്താണെങ്കിലും ഞാൻ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും പബ്ലിക്കായിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യും. സോ ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇന്ന് ഞാൻ കുറേ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തു ഇന്ന്. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം, എനിക്ക് ആവശ്യമില്ലാത്ത ആപ്സൊക്കെ ഞാൻ അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്തു. ലാപ്ടോപ്പിൽ ആവശ്യമുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. അതാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിലോ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ അത് ജസ്റ്റ് എടുത്ത് നോക്കുക എന്നല്ലാതെ ഫോണിൽ എനിക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ ഞാൻ അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്തു ഇന്ന്. കാരണം ഞാൻ നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലും പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അങ്ങ് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ അതിലേക്കാണ് ശ്രദ്ധ. പിന്നെ അങ്ങോട്ട് സ്ക്രോളിങ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം അതിലാണ്. പിന്നെയാണ് റിഗ്രറ്റ് ചെയ്യുക, അയ്യോ ഞാൻ കുറേ ടൈം വേസ്റ്റ് ചെയ്തല്ലോ, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, അങ്ങനെ ഇങ്ങനെ. സോ ഇന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഈ ഫോണും കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ സൈലൻ്റ് ആക്കി വെക്കുക, നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കി വെക്കുക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യം പഠിക്കുക, നമുക്ക് ചെയ്യേണ്ട കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഈ ഫോണൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവും. ഇന്നത്തെ കാലത്ത് നമുക്ക് ഡിസ്ട്രാക്റ്റ് ആവാൻ അധികം ടൈമൊന്നും വേണ്ട, സെക്കൻഡ്സ് മതി, നമ്മളുടെ ശ്രദ്ധയൊക്കെ പോകും. സോ എനിക്ക് ഒരുപാട് ഈ ഡൂം സ്ക്രോളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാനതൊക്കെ കുറച്ച് വരികയാണ്. ഇന്ന് ഞാൻ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആയി പോയായിരുന്നു. ഇന്ന് എനിക്ക് കുറച്ച് ടയേർഡൊക്കെ ആയിട്ട് ഫീൽ ചെയ്തു. രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടയേർഡായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഞാൻ ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്ത് ബോഡിയൊക്കെ നല്ല സ്വെറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പോയി നല്ല ഫ്രഷായി വന്നിട്ട് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് എൻ്റെ കൂടെയൊക്കെ ഒന്ന് ഇരുന്നു. സോ എനിക്കിപ്പോൾ നല്ലൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. സോ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളോട് പറയുന്ന പ്രോമിസുകളൊക്കെ കീപ്പ് ചെയ്ത് നമ്മളിങ്ങനെ നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും, നമ്മുടെ സെൽഫ് ട്രസ്റ്റ് കൂടും.
നമ്മൾ വെറുതെ വിചാരിച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് കഴിവില്ല എന്നും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ആക്ച്വലി നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളിതൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതി, നമ്മളൊന്ന് വർക്ക് ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും സെറ്റായി വരും. എനിക്ക് ഓരോ ദിവസവും എനിക്ക് പേടിയുള്ള അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ അൺകംഫർട്ടബിൾ ആവാറുണ്ട്. പക്ഷേ ഞാനത് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റും, ഐ എം കേപ്പബിൾ ഓഫ് ദിസ്. ഞാൻ വെറുതെ എൻ്റെ മൈൻഡ് എന്നെ വെറുതെ പേടിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ വെറുതെ എനിക്ക് കഴിവില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. സോ എനിക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളെ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്യുക, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കിൽസ് പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കാനുള്ളൊരു ധൈര്യം കാണിക്കുക. സോ ഇന്നത്തെ ഡേയും അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആൻഡ് ഐ എം സോ ഹാപ്പി. ബിക്കോസ് ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ടടാ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്കൊക്കെ പോയി, ഒരുപാട് കാലമായി ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. പോവുകയാണെങ്കിൽ തന്നെ ആരെങ്കിലും ഇല്ലാതെ ഞാൻ പോവാറേ ഇല്ല. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങി, സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ തുടങ്ങി, കോൺവെർസേഷൻസ് ഇനിഷ്യേറ്റ് എടുക്കാൻ തുടങ്ങി, വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും പെർഫെക്റ്റ് ഒന്നും അല്ല, എല്ലാം ഇംപെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് ഒരുപാട് ബോഡി ഇമേജ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ എങ്ങനെയാണോ ഞാൻ ഉള്ളത് അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും എൻ്റെ ആ ഓൾഡ് പാറ്റേൺസിലേക്ക് പോവാറുണ്ട്. പക്ഷെ ഞാൻ ആ പാറ്റേൺസിലേക്ക് പോവാന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രീത്തൊക്കെ എടുത്ത് എന്നോട് തന്നെ പറയും, ഇത് നമ്മുടെ പഴയ സ്റ്റോറിയാണ്, ഇങ്ങോട്ടല്ല പോകേണ്ടത്, ഈ പുതിയ കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എന്നെ തന്നെ വഴി തിരിച്ചു വിടാറുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് പഴയ ഹാബിറ്റ്സിലേക്ക് അങ്ങനെ പോകാറുണ്ട്. ഭയങ്കര അധികം ഇറിറ്റേഷനൊക്കെ വരാറുണ്ട്. എന്നാലും ഓരോ പ്രാവശ്യവും ഞാൻ എന്നെ തന്നെ, നമുക്കിതല്ല വേണ്ടത്, ഇങ്ങോട്ടേക്ക് വാ, നീ ഈ വർക്കാണ് ചെയ്യേണ്ടത്, നീ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കരുത്, നീ ഇങ്ങനെ ഫുഡ് കഴിക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ പുതിയ വേർഷന്, ഫ്യൂച്ചർ വേർഷന് ഇതല്ല വേണ്ടത്, നമുക്ക് ഹെൽത്തിയാണ്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സണാണ്, നമ്മൾ ഇങ്ങനെയുള്ള ഒരാളാണ്, എന്നെ തന്നെ പറഞ്ഞ് ഞാനങ്ങനെ മാറ്റുന്നുണ്ട്. ഇതൊരു ഫൈറ്റ് പോലെയാണ്. എൻ്റെ ഒരു പഴയ വേർഷനും പുതിയൊരു വേർഷനും തമ്മിലുള്ളൊരു ഇതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പഴയ പാറ്റേൺസിലേക്ക് പോവും, എന്നെ പിടിച്ച് അവിടുന്ന് പുതിയ പാറ്റേൺസിലേക്ക് കൊണ്ടുവരും, പിന്നെ അങ്ങോട്ട് പോവും, ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണെങ്കിലും ഈ പ്രോസസ്സ് ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വെച്ച പല കാര്യങ്ങളും തെറ്റായിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇനിയും ഒരുപാട് ആസ് എ ഹ്യൂമൻ ബീങ് ഗ്രോ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മുന്നോട്ടേക്ക് ഒരുപാട് ദൂരമുണ്ട്. എങ്കിലും എൻ്റെ ഈ ഒരു കുഞ്ഞ് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 11 ദിവസമായി. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒറ്റ ജീവിതമേ ഉള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണോ ജീവിക്കാം. ഹാപ്പി ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യണം നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുള്ളത്. ഹാപ്പിനെസ് ഒരു ചോയ്സാണ്. നിങ്ങൾക്ക് ഹെൽത്തി ആണെങ്കിൽ അതും നിങ്ങളുടെ ഒരു ചോയ്സാണ്. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുക, നിങ്ങളുടെ കപ്പ് ഫില്ല് ചെയ്യുക. ആദ്യം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ അബാൻഡൻ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ നീഡ്സ് മെറ്റ് ചെയ്യുക, നിങ്ങളെ കേൾക്കുക, നിങ്ങളുടെ ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക, നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ള റിലേഷൻഷിപ്പുകളൊക്കെ ബ്യൂട്ടിഫുൾ ആവുള്ളൂ. നിങ്ങൾക്കൊരു സംതൃപ്തി, സന്തോഷമൊക്കെ ഫീൽ ചെയ്യുള്ളൂ. നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ വെറുതെ ഒരു മിഷ്യനെ പോലെ ജീവിക്കുന്നു എന്നേ ഉണ്ടാവുള്ളൂ. നമ്മളുമായിട്ട് കണക്റ്റ് ആവണം, നമ്മൾ ആരാന്ന് അറിയണം. എനിക്ക് ഞാൻ ആരാന്ന് ഞാൻ എന്നിൽ കണക്ട് ചെയ്ത് എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ പേടികളും അതുപോലെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. നമ്മളുടെ കൂടെ തന്നെ സോളോ ഡേറ്റിനൊക്കെ പോവുക, നമ്മളെ കൊണ്ട് തന്നെ നടക്കാൻ പോവുക, റെസ്റ്റോറൻറ്റിൽ പോവുക, നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഓരോ ഇരുത്തത്തിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ വെറുതെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ള ആൻസേഴ്സ് പുറത്ത് സീക്ക് ചെയ്യാതെ നമ്മുടെ കൂടെ തന്നെ ഒന്ന് ഇരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, നമ്മളോട് തന്നെ സംസാരിക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കണമെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതുക.
പിന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഉത്തരങ്ങൾ വരും. നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷനൊക്കെ നമ്മളൊന്ന് വർക്ക് ചെയ്ത് എടുക്കണം. നമ്മളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആവുള്ളൂ. നമ്മളുമായിട്ട് ഡിസ്കണക്റ്റ് ആണെങ്കിൽ പോയി. നമ്മളുടെ ഉള്ളിൽ സ്നേഹം ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ കപ്പ് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾക്ക് ആസ് എ ചൈൽഡ് വളർന്നു വരുന്ന സമയത്ത് സ്നേഹവും പരിഗണനയോ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മളത് നമുക്ക് കൊടുക്കുന്നുമില്ലെങ്കിൽ നമ്മൾ റോങ് ആയിട്ടുള്ള പ്ലേസുകളിൽ അത് പോയി തപ്പും. അത് കിട്ടില്ല. പിന്നെ ഹേർട്ടാവും. പിന്നെ വേറെ കുറേ പാറ്റേൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ കപ്പ് ഫില്ല് ചെയ്യുക. ആദ്യം ഓക്സിജൻ മാസ്ക് നിങ്ങൾക്ക് തന്നെ വെച്ച് കൊടുക്കുക. നിങ്ങളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി പുതിയ റിലേഷൻഷിപ്പുകളൊക്കെ വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, നല്ല ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം നിങ്ങളുടെ സെൽഫിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫിയേഴ്സ് അതൊക്കെ ബ്രേക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രോമാസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് എടുക്കുക, അത് ഹീൽ ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആവുക. ഹെൽത്തി ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വേർഷൻ ആവുക. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളെ ഹീൽ ചെയ്ത് ഹെൽത്തി ആയി ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ അവസാനിക്കട്ടെ. ജനറേഷണൽ കേഴ്സസും ഈ ട്രോമാസ് എല്ലാം ഇവിടത്തോടെ അവസാനിച്ചിട്ട് നമ്മൾ പറയുക, നമുക്ക് ഒരുപാട് പേടികളും പാറ്റേൺസും ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഹീൽ ചെയ്യാനുള്ള ഒരു കറേജ് കാണിക്കുക. നിങ്ങളുടെ ടൈം എടുക്കുക. നിങ്ങളുടെ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് വേർഷൻ ആവുക. ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഒരിക്കലും അതിനൊന്നും മടി കാണിക്കരുത്. മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ലൈഫിൽ വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ജീവിതമാണല്ലേ. സോ ഓൾവേസ് ചൂസ് യുവർ സെൽഫ്. എനിക്ക് എല്ലാവരോടും എപ്പോഴും പറയാനുള്ളത്, സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക. നിങ്ങളെ നന്നായി ടേക്ക് കെയർ ചെയ്യുക. എല്ലാം നന്നായി വരും. ഒരിക്കലും നിങ്ങളുടെ സെൽഫിൽ ഗിവപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ ഗിവപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പേടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സ്വയം സ്നേഹിക്കുക. ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക. നല്ലൊരു മനുഷ്യനായിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കാരണം ആരും സങ്കടപ്പെടാൻ ഇടവരാതിരിക്കട്ടെ, വിഷമിക്കാൻ ഇടവരാതിരിക്കട്ടെ. നമ്മളെ ഓർക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് അവരെ ഓർക്കട്ടെ. ഒരിക്കലും മറ്റുള്ളവരുടെ വേദനയ്ക്ക് കാരണമാവാതിരിക്കട്ടെ നമ്മളൊക്കെ. അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇന്ന് ഞാൻ കുറേ സംസാരിച്ചു. മനസ്സിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് ഓപ്പണായി സംസാരിച്ചതാണ്. സോ good night, bye, take care, love you all. Thank you so much for your valuable time. Bye.